നമസ്കാരം. ഇംഗ്ലീഷ് ഗ്രാമർ ചർച്ചാവേദിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗോപാലകൃഷ്ണൻ തെക്കേപ്പാട്ട്. ഇംഗ്ലീഷ് ഗ്രാമർ ചർച്ചാവേദിയുടെ 20ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ മോഡൽ ഓക്സിലറി വെർബുകളിൽ സെമി മോഡൽ ഓക്സിലറി വെർബുകളെ കുറിച്ചാണല്ലോ ഇന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞത്. അത് പ്രകാരം നമുക്ക് സെമി മോഡൽ ഓക്സിലറി എന്താണെന്നും അവയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പായി പ്രേക്ഷകരിലാരെങ്കിലും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. സെമി ഓക്സിലറി വെർബ്സ് 5 എണ്ണമാണ്. ഡെയർ, നീഡ്, യൂസ്ഡ് ടു, ought to, have to, has to, have to, അങ്ങനെയുള്ള അത്. ഈ 5 വിഭാഗങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഒന്ന്, ഡെയർ. ഒരാളുടെ തൻ്റെ ഇടം കാണിക്കാൻ വേണ്ടിയാണ് പൊതുവെ നമ്മൾ ഡെയർ ഉപയോഗിക്കാറുള്ളത്. ചങ്കൂറ്റം, ധൈര്യം കാണിക്കാനൊക്കെ ഉപയോഗിക്കും. ധൈര്യമുണ്ട് അല്ലെങ്കിൽ ധൈര്യമില്ല എന്ന് കാണിക്കാനാണ് പൊതുവെ നമ്മൾ ഇത് ഉപയോഗിക്കാറുള്ളത്. എക്സാമ്പിൾ, ഐ ഡെയർ നോട്ട് ഗോ എലോൺ. എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമില്ല. അപ്പൊ അവിടെ എൻ്റെ ധൈര്യത്തെ കാണിക്കുന്നത്. അതേ സമയത്ത് ഹൗ ഡെയർ യു സ്പീക്ക്, നിനക്ക് സംസാരിക്കാൻ എങ്ങനെ ധൈര്യം വന്നു. അപ്പോൾ ഒരാളുടെ പ്രവർത്തിക്കാനുള്ള ആ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ധൈര്യം അല്ലെങ്കിൽ തൻ്റെ ഇടത്തെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഡെയർ ഉപയോഗിക്കുന്നു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഡെയറിൻ്റെ കൂടെ ടു ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മോഡൽ അല്ലാതായി മാറുന്നു. അതൊരു മെയിൻ വെർബ് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് വെർബായിട്ട് മാറുക ചെയ്യുന്നു. അതിന് ടെൻസ് ബാധിക്കുന്നു. ഹി ഡെയർഡ് ടു സ്പീക്ക്. ഹി ഡെയർഡ് ടു സ്പീക്ക്. കണ്ടോ, അവന് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ അവിടെ ധൈര്യം ഉണ്ടാകുക, ധൈര്യം കാണിക്കുക എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് വെർബായിട്ട് ഉപയോഗിക്കുന്നു. ടു ഇല്ലാതെ യൂസ് ചെയ്യുന്നതാണ് മോഡലായിട്ട് അല്ലെങ്കിൽ സെമി മോഡലായിട്ട് ഉപയോഗിക്കുന്നത്. ഡെയർ എന്നുള്ളതിന്റെ യൂസേജ് ആണ്. രണ്ടാമത്തത് നീഡ്. നീഡും ഇതുപോലെ തന്നെയാണ്. നീഡ് ടു എന്ന് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നീഡ്സ് ടു എന്ന് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നീഡഡ് ടു എന്ന് ഉപയോഗിക്കുമ്പോൾ അത് എന്താണ്, പെർഫെക്റ്റ് വെർബായിട്ട് മാറുക ചെയ്യുന്നു. ടു ഫോം ഇല്ലാതെ യൂസ് ചെയ്യുന്നതാണ് മോഡൽ. എക്സാമ്പിൾ, യു നീഡ് നോട്ട് കം. നീ വരേണ്ട ആവശ്യകതയില്ല, നീ വരേണ്ട ആവശ്യമില്ല. അവിടെ കം എന്നുള്ള വെർബിന്റെ ആവശ്യം, അതിന്റെ നെസസിറ്റി അല്ലെങ്കിൽ അതിന്റെ മൂഡാണ് നമ്മൾ നീഡിലൂടെ പറയുന്നത്. നീ വരേണ്ട ആവശ്യമില്ല. യു നീഡ് നോട്ട് കം. യു നീഡ് നോട്ട് ടേക്ക് എൻ അംബ്രല്ല. നീ ഇപ്പോൾ കുട എടുക്കേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. ഈ സന്ദർഭങ്ങളിലാണ് നീഡ് എന്ന് ഉപയോഗിക്കുക. ഇനി മൂന്നാമത് യൂസ്ഡ് ടു. നമ്മൾ നേരത്തെ വുഡ് എന്നുള്ളൊരു മോഡൽ ഓക്സിലറിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. നമ്മുടെ ഒരു പാസ്റ്റ് ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു ഹാബിച്വൽ ആക്ഷൻ, പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വുഡ് ഉപയോഗിക്കാറുണ്ട്. ഐ വുഡ് റീഡ് ന്യൂസ് പേപ്പർ എവറി മോർണിംഗ്. ഞാൻ പണ്ട് അങ്ങനെ വായിക്കുമായിരുന്നു എന്നുള്ളത്. അതേ സെൻസിൽ, അതേ അർത്ഥത്തിൽ നമുക്ക് യൂസ്ഡ് ടു എഴുതാം. ഐ യൂസ്ഡ് ടു പ്ലേ ക്രിക്കറ്റ് ഇൻ ദി ഈവനിങ്സ്. പണ്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു പ്ലേ ക്രിക്കറ്റ്. അവിടെ ടു ഉപയോഗിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോളണം. ഡെയർ പോലെയോ നീഡ് പോലെയോ അല്ല, യൂസ്ഡ് ടുവിന്റെ കൂടെ ടു ചേർക്കുമ്പോൾ മാത്രമാണ് ഒരു മോഡലായിട്ട് പരിണമിക്കുന്നത്. അപ്പോൾ മാത്രമാണ് അതൊരു സെമി മോഡലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ought to. നാലാമത് നമ്മൾ ഉപയോഗിക്കുന്നത് ought to. ഒരു കർത്തവ്യം, നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതാണ്, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ കർത്തവ്യമാണത്, അല്ലെങ്കിൽ ആ കർത്തവ്യമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മൂഡ് വെർബിന് വരുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് അല്ലെങ്കിൽ സെമി മോഡലാണ് ought to. You ought to help your elders. You ought to help your elders. നിങ്ങൾ നിങ്ങളുടെ എൽഡേഴ്സിനെ സഹായിക്കേണ്ടതാണ്. You ought to work hard for your examinations. നിന്റെ എക്സാമിനേഷൻസിന് വേണ്ടി നീ നന്നായിട്ട് പരിശ്രമിക്കേണ്ടതാണ്. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. നിന്റെ കർത്തവ്യം അതാണ്. ഈ സന്ദർഭങ്ങളിലാണ് നമ്മൾ ought to യൂസ് ചെയ്യുന്നത്. അഞ്ചാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള സെമി മോഡലാണ് ഹാസ് ടു, ഹാവ് ടു, ഹാഡ് ടു ഓർ ഹാവ് ടു എന്നുള്ളതിന്റെ രൂപങ്ങൾ. ഇഷ്ടമല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തോടെ അല്ലാതെ പുറത്തു നിന്നുള്ള ഒരു പ്രഷർ കൊണ്ട് നമുക്ക്
ഒരു ആക്ഷൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കുന്നതാണ് ഹാസ് ടു, ഹാവ് ടു, ഹാഡ് ടു. എക്സാമ്പിൾ, ഹി ഹാസ് ടു അറ്റൻഡ് ആൻ ഇന്റർവ്യൂ. അവനൊരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവൻ വരുമായിരുന്നു, നമ്മൾ പറയുന്ന പോലെ ചെയ്യുമായിരുന്നു. പക്ഷെ അവൻ എന്തുണ്ട്? ഹി ഹാസ് ടു അറ്റൻഡ് ഫോർ ആൻ ഇന്റർവ്യൂ. അവന് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അവിടെ പോകേണ്ടി വന്നിരിക്കുകയാണ്. മനസ്സിലായല്ലോ, അവിടെ പോകേണ്ടി വന്നിരിക്കും. ഷീ ഹാഡ് ടു വാഷ് ഹർ ഓൺ ഡ്രസ്. അവൾക്ക് അവളുടെ സ്വന്തം വസ്ത്രങ്ങൾ കഴുകേണ്ടി വന്നു. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? അവളല്ല യഥാർത്ഥത്തിൽ കഴുകുന്നത്. ഇന്നലെ അവൾക്ക് അവളുടെ സ്വന്തം ഡ്രസ്സ് കഴുകേണ്ടതായി വന്നു എന്ന് പറഞ്ഞാൽ എന്തോ ചില പ്രഷേഴ്സ് കൊണ്ട് അവൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ ഔട്ട്സൈഡ് പ്രഷർ കൊണ്ട് ചെയ്യേണ്ടി വരുന്ന വേർബ്സുകൾ ഉപയോഗിക്കുമ്പോഴാണ് അതിനു മുമ്പായിട്ട് സെമി മോഡൽ ഉപയോഗിക്കുന്നത്. ഹാസ് ടു, ഹാവ് ടു, ഹാഡ് ടു. ഇതിലേതെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ദയവായിട്ട് കമന്റ് ബോക്സിൽ മറുപടി തരിക. നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരേക്കും നന്ദി. അടുത്ത എപ്പിസോഡിൽ ഇംഗ്ലീഷ് ഗ്രാമർ ചർച്ചാവേദിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫ്രേസൽ മോഡൽ ഓക്സിലറി വെർബാണ്. ഫ്രേസൽ മോഡൽ ഓക്സിലറി വെർബ്. അതൊരു കഴിയുമ്പോൾ ഓക്സിലറി വെർബ്സിന്റെ ഭാഗം പൂർണ്ണമാകുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫ്രേസൽ മോഡൽ ഓക്സിലറി വെർബ്.